കിച്ചൺ ടൈൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇലയുടെയാണ്. അതിന് എന്നാക്കിയാ വേണ്ടത് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരിപ്പൊടി, നൈസായ അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിനോട്ട് ഒരു ശകലം ഉപ്പ് ചേർക്കാം. നമുക്ക് പച്ചവെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ലൂസായിട്ടാണ് ഇത് കലക്കിയിരിക്കുന്ന. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അട ഉണ്ടാക്കി വരുമ്പോൾ അതിന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ശകലം ലൂസായിട്ട് വേണം മാവ് നമുക്ക് കലക്കാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് കലക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വെക്കേണ്ട സാധനങ്ങൾ വെച്ചാൽ ഞാനൊരു അരക്കപ്പ് തേങ്ങായും അതിനാവശ്യത്തിനുള്ള ശർക്കര. ഓരോരുത്തർക്ക് ഓരോ മധുരമാണല്ലോ. ഇവിടെ മധുരം കുറച്ച് മതി. അപ്പം ഞാൻ അതിനനുസരിച്ച് ഉള്ള മധുരം എടുത്തിട്ടുണ്ട്. നമുക്കൊരു ശകലം ഏലക്കാപ്പൊടി അതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീമറിനകത്ത്. ഞാൻ എല്ലാം പരത്തി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിന് സ്റ്റീമറിലോട്ട് വെച്ചു കൊടുക്കാം. നമുക്കിതൊരു 20 മിനിറ്റ് ഇരുന്ന് വേകട്ടെ, എന്നിട്ട് കാണാം. നമ്മുടെ അടയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തീ നിർത്തി കൊടുക്കാം. നമുക്കൊന്ന് അടയൊന്ന് എടുത്ത് നോക്കാം വെന്തിട്ടുണ്ടോ. എല്ലാം വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു. നമുക്കത് തുറന്ന് നോക്കാം. ചൂടാണ്. ചൂട് കാരണം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഇലയട റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ്.